Hello, welcome to my channel Homemade. ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുഴിമന്തി ആയിട്ടാണ്. കുഴിമന്തി നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട്. ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലിത് കുക്കറിൽ തയ്യാറാക്കിയെടുക്കാം. കുഴിയുടെ ഒന്നും ആവശ്യമില്ല. കുക്കറിൽ അതേ ഫ്ലേവറിൽ തന്നെ ഒട്ടും ടേസ്റ്റിന് കുറവ് വരാതെ നമുക്ക് വളരെ പെട്ടെന്ന് കുഴിമന്തി തയ്യാറാക്കിയെടുക്കാം. ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന കഷ്ടപ്പാട് പോലും ഇല്ല കുഴിമന്തി ഉണ്ടാക്കാനായിട്ട്. എന്നാൽ അത് അടിപൊളി ഒരു ഐറ്റമാണ്. ഒരു ഗസ്റ്റൊക്കെ വരുന്ന ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് കുഴിമന്തി. വളരെ എളുപ്പം തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം, അതും കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒന്ന് ചിക്കൻ മസാല പുരട്ടി ബോയിൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടി 1.5 കിലോ വെയിറ്റുള്ള ഒരു കോഴിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഉപ്പെടുക്കുക. ഒരു പ്ലേറ്റിലേക്ക് ഉപ്പെടുക്കുക. അതിനകത്തേക്ക് കുറച്ച് മസാല ചേർക്കണം. 1.5 ടേബിൾ സ്പൂൺ മസാല ചേർത്ത് കൊടുക്കാം. ഈ മസാല എന്ന് പറയുന്നത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. മന്തി മസാല, കബ്സ മസാല എന്നൊക്കെ പറഞ്ഞ് അറേബ്യൻ മസാല നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി ഉണ്ടാക്കിയാൽ മതി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മസാല 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവറിന് വേണ്ടിയാണ്. ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ 1 സ്പൂൺ ബട്ടറോ 1 സ്പൂൺ നെയ്യോ എന്തെങ്കിലും ചേർത്താൽ മതി. അതും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ 1.5 കിലോ വെയിറ്റുള്ള ഒരു ചിക്കൻ അത് 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒറ്റയായിട്ട് അതൊട്ടും മുറിക്കാതെ തന്നെ വേണമെങ്കിലും എടുക്കാം. ഞാനിത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് 2ആയിട്ട് മുറിച്ചെടുത്തേക്കുന്നത്. മന്തിക്ക് എപ്പോഴും ചിക്കൻ വലിയ പീസായിട്ട് മുറിക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. അതങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ തൊലിയോട് കൂടിയ ചിക്കനാണ് കുഴിമന്തിക്ക് നല്ലത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തൊലിയുള്ള ചിക്കൻ ആണെന്നുണ്ടെങ്കിലാണ് കുഴിമന്തി ടേസ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ചിക്കൻ്റെ പുറത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല, ഉപ്പും ഒലിവ് ഓയിലും ചേർന്ന ആ ഒരു മസാലക്കൂട്ട് നമുക്കിതിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. 2ആയിട്ടേ ഞാൻ മുറിച്ചിട്ടുള്ളൂ. അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ സൗകര്യം. അതാവുമ്പോൾ നമുക്ക് ചിക്കൻ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അടിവശം നന്നായിട്ട്, അതിൻ്റെ പുറം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെ പുറന്നെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വേവിന് തന്നെ ചിക്കൻ എടുക്കാൻ പറ്റും. എല്ലാ സ്ഥലത്തും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഹാഫ് ബോയിൽ ചെയ്തെടുക്കണം. ഇതിൻ്റെ സ്റ്റോക്ക്, ചിക്കൻ വേവിച്ച വെള്ളം നമുക്ക് അരി വേവിക്കാനായിട്ട് വേണം. അതിനും കൂടിയാണ്. അപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഒരു പാനിലേക്ക് എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ വെക്കുന്ന പോലെ അതിൻ്റെ മുറിച്ച വശം അടിയിലാക്കി വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ പുറമേയുള്ള മസാലയൊക്കെ അതിൽ തന്നെ ഇരിക്കും. അത് പിന്നെ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ബോയിൽ ചെയ്യുമ്പോൾ. ഇതേപോലെ തന്നെ കഴിവതും നേരെ വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് ഇത് നമുക്ക് അടച്ചു വെച്ച് തിളപ്പിക്കാം. 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോഴേക്കും ചെറുതായിട്ടത് വെന്ത് തുടങ്ങിയിട്ടുണ്ടാകും. അത്രയും മതി. ഒത്തിരി വേകാൻ നിൽക്കേണ്ട. നമ്മൾ ഇതിന് വീണ്ടും കുക്കറിൽ വെച്ച് റൈസിൻ്റെ കൂടെ വേവിക്കുന്നതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങിയാൽ മാത്രം മതി. ആ ചിക്കൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സ്റ്റോക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. അത് വെച്ച് വേണം നമുക്കിനി റൈസ് വേവിക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്കിനി ഓഫ് ചെയ്യാം. അതിൻ്റെ അകത്തുള്ള ആ വെള്ളം നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഞാൻ ആ ചിക്കൻ്റെ വെള്ളം അടിയിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ്റെ മേലിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. വേറെ ഒന്നിനുമല്ല, എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല മന്തിക്ക്. പിന്നെ ഒരു അല്പം കളർ കിട്ടാൻ വേണ്ടി, ഒരു ലുക്കിന് വേണ്ടി മാത്രമാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിരിക്കുന്നത്.
അത് വേണ്ടാന്നുണ്ടെങ്കിൽ കളർ വേണമെങ്കിലും ആഡ് ചെയ്യാം. റെഡ് കളർ അല്പം ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ കാശ്മീരി ചില്ലി ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളറുണ്ടാവും. അപ്പം അതുകൊണ്ടാണ് ഞാൻ അല്പം മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസ് വേവിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ കുറഞ്ഞു പോകരുത്, അടി പിടിക്കും. ഇനി ആ ഓയിൽ ചൂടാകുമ്പോഴേക്കും അതിനകത്തേക്ക് 2 കഷ്ണം കറുവാപ്പട്ട, 2 തക്കോലം, ഒരു 3 ഏലക്ക, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഒരു 10-12 കുരുമുളക്, 5-6 ഗ്രാമ്പു, ഒരു ബേ ലീഫ് എന്ന് പറഞ്ഞാൽ വഴണിയില, അതൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. ഇനി ഇത് എണ്ണയിലിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കാം. നമുക്ക് മസാല മൂത്ത് വരുന്ന ഒരു മണം വരും. അതുവരെ നമുക്കൊന്ന് ചെറുതായിട്ട് ചൂടാക്കി കൊടുക്കാം. 1-2 മിനിറ്റ് ചൂടാക്കിയാൽ മതിയാവും. ഇത് ചൂടായി വരുമ്പോഴേക്കും ഒരു സവോള കനം കുറച്ചരിഞ്ഞത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവോള ഒന്ന് മൂത്ത് തുടങ്ങുമ്പോഴേക്കും 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഒരു തക്കാളി നന്നായിട്ട് മിക്സിയിൽ അടിച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് 1/2 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ചിക്കൻ വേവിക്കാൻ എടുത്ത അതേ മന്തി മസാല തന്നെയാണ് ഇപ്പോഴും ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മതി, കൂടിപ്പോകരുത്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ചിരുന്ന വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ചിക്കൻ സ്റ്റോക്ക്, അത് ചേർത്ത് കൊടുക്കാം. ഈ വെള്ളത്തിലേക്ക് തന്നെയാണ് നമ്മൾ റൈസ് ഇട്ട് വേവിക്കാൻ പോകുന്നത്. ഇനി ഇത്രയും വെള്ളം പോരാതെ വരും, കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. എന്നാലും ആദ്യം ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുക. അതിനുശേഷം അരി ഇട്ടതിന് ശേഷം മാത്രം നമുക്ക് പോരാത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി വേണ്ടിയിട്ട് 2 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി വെള്ളം കളഞ്ഞു വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് കുതിർത്തൊന്നും വെച്ചിരുന്നതല്ല, ജസ്റ്റ് കഴുകി എടുത്തതേ ഉള്ളൂ. അരി ചേർത്ത് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം പോരാത്ത വെള്ളം നമുക്ക് ചൂടുവെള്ളം, തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. റൈസ് ഞാനങ്ങനെ കൃത്യമായിട്ട് അളന്നൊന്നും അല്ല വെള്ളം എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ എടുത്തിരിക്കുന്ന റൈസ് മുങ്ങിക്കിടക്കാൻ മാത്രം, ജസ്റ്റ് ആ ഒരു റൈസിൻ്റെ അതേ ലെവലിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് ലെവലാകുന്നവരെ കുറച്ച് തിളച്ച വെള്ളം, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് 1/2 മുറി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കറക്റ്റ് റൈസിൻ്റെ ലെവലിലാണ് വെള്ളം നിൽക്കുന്നത്. നമുക്കിതൊരു പകുതി വേവിൽ തന്നെ എടുക്കാൻ വേണം, മുഴുവൻ വെന്ത് പോകരുത് അരി. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിൽ കേൾക്കുന്നവരെ വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ കേൾക്കുമ്പോഴേ ഓഫ് ചെയ്തേക്കണം, കൂടുതൽ വെന്ത് പോകരുത്. ഇനി അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറക്കാം. അപ്പോൾ റൈസ് ഒരു പകുതിയിൽ കൂടുതൽ വെന്തിട്ടുണ്ടാകും, നന്നായിട്ട് വെന്ത് കാണില്ല. ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്നുകൂടെ ചിക്കൻ്റെ കൂടെ വെച്ച് വേവിക്കാനുള്ളതാണ്. അപ്പോൾ ഇനി ഈ റൈസ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. അതിനുശേഷം കുക്കർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിനകത്തേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ കുറഞ്ഞു പോകരുത്, ഇതിനാവശ്യത്തിന് ഓയിൽ വേണം. അപ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 5 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലേക്ക് നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് വെച്ച് കൊടുക്കാം. അത് ഇതേപോലെ കട്ട് ചെയ്ത വശം മേളിലും കാലിൻ്റെ ആ പോർഷനൊക്കെ താഴെ, സ്കിന്നൊക്കെ താഴെ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ മാത്രമേ നമ്മുടെ ആ സ്കിന്നിൻ്റെ പോർഷനൊക്കെ നല്ല മുരിഞ്ഞ് നല്ല പാകത്തിന് വെന്ത് കിട്ടുകയുള്ളൂ.
അപ്പോൾ ആ ഔട്ടർ പോർഷൻ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറയുന്നത്. ഇനി ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് എല്ലാം ഇതിനകത്തേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്ത് കനൽ വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പഴയ പാത്രത്തിലേക്ക് ഒന്നെങ്കിൽ ചാർക്കോൾ വാങ്ങിക്കാൻ കിട്ടും, അതിൻ്റെ ഒരു പീസ് കത്തിച്ച് വെച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ സാധാരണ ചിരട്ടക്കരി മതി. ഞാനിപ്പോൾ ചിരട്ടയാണ് കത്തിച്ച് അതിൻ്റെ കരിയാണ് എടുത്തിരിക്കുന്നത്. അത് ആ കനൽ അങ്ങനെ തന്നെ ഒരു പാത്രത്തിലെടുത്ത് വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേക്കും അത് നന്നായിട്ട് പുകഞ്ഞു വരും. ആ പുകഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് കുക്കർ അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു വിസിൽ കേൾക്കുന്നവരെ ഒന്നുകൂടെ വേവിക്കണം. ഒരു വിസിൽ കേൾക്കുന്നവരെ മാത്രമേ വെച്ചേക്കാവുള്ളൂ, കൂടുതൽ നേരം വെക്കരുത്, അടിയിൽ പിടിക്കും. അപ്പോൾ ഇത് ഒരു വിസിൽ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതിൽ ആ ചിരട്ടക്കനലിൻ്റെയും ഒരു പുക മണം എല്ലാം കൂടെ കയറുമ്പോൾ കറക്റ്റ് കുഴിമന്തിയുടെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു വിസിൽ കേട്ട് ആവി പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ആ കനലെല്ലാം കെട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് പതുക്കെ എടുത്ത് മാറ്റി കൊടുക്കുക. നല്ല ചൂടുണ്ടാവും, അതെടുത്ത് മാറ്റി കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ ആ പുകയുടെ മണം എല്ലാം കൂടെ നല്ലൊരു മണമാണിപ്പം വരുന്നത്. ഇനി നമുക്ക് പതുക്കെ അതിൻ്റെ റൈസ് മേളിൽ നിന്ന് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഇത് പല രീതിയിലും ചെയ്യാം. എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയ ഒരു രീതിയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് ചിക്കൻ വേണമെങ്കിൽ റൈസ് വേറെ വേവിച്ചും ചിക്കൻ വേറെ ഗ്രില്ല് ചെയ്തോ പാനിൽ ഫ്രൈ ചെയ്തോ വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഇങ്ങനെ അടിയിൽ വെച്ച് ചിക്കനും റൈസും കൂടെ വേവിച്ചെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് മറ്റേ രീതിയിൽ ചെയ്യുമ്പോൾ തോന്നിയിട്ടില്ല. ഇതാകുമ്പോൾ ചിക്കൻ്റെ ആ സ്കിന്നിൻ്റെ ആ ഒരു നെയ്യും എല്ലാം കൂടെ റൈസിലേക്ക് ഇറങ്ങും. നല്ല ഒരു ടേസ്റ്റാണ്. ഇതിൻ്റെ അടിയിൽ അല്പം നെയ്യും എണ്ണയും എല്ലാം കൂടെ ഉണ്ടാവും. അത് വേണമെന്നുണ്ടെങ്കിൽ റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം. അതാണ് ഏറ്റവും ടേസ്റ്റ്. അതല്ല, അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയിൽ നിന്ന് അത് മാറ്റിയെടുക്കാവുന്നതാണ്. ഇതുപോലെ മേളിൽ നിന്നുള്ളത് മാത്രം എടുത്താലും മതിയാവും. പക്ഷേ അതും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്കിതാണ് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് കരുതുന്നു. നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നെല്ലാം നല്ല മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെയുള്ള ഒരു ചട്നിയും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടെ ഒന്ന് കാണുക. അപ്പോൾ എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയിലാണ് ഞാൻ കുഴിമന്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെയുള്ള ഒരു സ്പെഷ്യൽ ചട്നി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ കാണാൻ മറക്കരുത്. അതും മന്തിയും കൂടെയുള്ള ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു. താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ.